പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നിമ്മി. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 2018 ആദ്യമായി ചിറ്റൂർ എന്ന ധ്യാന കേന്ദ്രത്തിൽ അബൈഡ് എന്ന യുവജന ധ്യാനം കൂടുന്നത്. ശരിക്കും ആ ധ്യാനം എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയൊരു ധ്യാനമായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പല ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആകെ ഭയങ്കര നിരാശയിലൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പം. എപ്പോഴും എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര നിരാശയൊക്കെ ആയിരുന്നു. ഒരു സന്തോഷമൊന്നും ജീവിതത്തിൽ ആ ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു ലോൺലിനെസ് ഞാൻ അനുഭവിച്ചിരുന്നു. അങ്ങനെ എൻ്റെ ഒരു +2 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടായി. ഇനി ഫ്യൂച്ചർ എന്താകും, എന്ത് കോഴ്സ് പഠിക്കണം, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ടൈമിലാണ് ഞാൻ അബൈഡിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഈ ധ്യാനത്തിന് വന്നു. ശരിക്കും അബൈഡ് കൂടിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരികയും ചെയ്തു. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതം അതിലൂടെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാനൊരു അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ മാറി. ശരിക്കും റോമർ 5:5 വചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ശരിക്കും അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ശരിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ നിരാശയൊക്കെ മാറി ഒരു പ്രത്യാശ എനിക്കുണ്ടായി. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. പിന്നെ ഞാനിവിടെ ശുശ്രൂഷയിൽ കൂടെ നിൽക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇവിടെ ഇടയ്ക്ക് പ്രേക്ഷിതരായിട്ടൊക്കെ വരാനായിട്ട് നോക്കി. അങ്ങനെ അത് കൂടുതൽ എന്നെ ആത്മീയമായി വളരാനും കൂടുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാക്ഷ്യം വഹിക്കാനും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാനൊക്കെ എനിക്കൊരു അവസരമുണ്ടായി. അങ്ങനെ എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല, പക്ഷേ ഈശോയുടെ ആ ഒരു കരുണ കൊണ്ട് എന്നെ ഇപ്പോഴും ഈ ഒരു ശുശ്രൂഷയിൽ നിലനിർത്തുന്നു. ഇത്രയും നാളും എന്നെ ഇങ്ങനെ ശുശ്രൂഷയിൽ നിർത്തുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നീടാണെങ്കിൽ ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ, അങ്ങനെ എല്ലാ ടൈമിലും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഈശോ ഒരു കൃപ തരുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും എൻ്റെ ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ ഈശോ എന്നിലൂടെ പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവം ശരിക്കും അത് ഈ അബൈഡ് എന്ന ധ്യാനത്തിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി. ക്രൈസ്റ്റ് ഇൻ യൂത്ത്. ഈ നിമിഷം നമ്മൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഒരു കൈത്താങ്ങ് സഹായമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും. പലപ്പോഴും തെറ്റിദ്ധാരണകളിൽപ്പെട്ട് തങ്ങൾക്കാരുമില്ല എന്നുള്ള തോന്നലുകൾ വന്ന യുവജനങ്ങളുണ്ടാകും. ഏതെങ്കിലും മാരക രോഗങ്ങൾക്ക് അടിമകളായി തീർന്ന വ്യക്തികളുണ്ടാകും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു കഴിയുമ്പോൾ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ യുവജനങ്ങളുണ്ടാകും. നമ്മളീ സമയം ലോകത്തെമ്പാടും നിരാശയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ തങ്ങളുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോയി ലോകത്തെയോ സമൂഹത്തെയോ എങ്ങനെ കാണണമെന്ന് പോലും അറിയാതെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന എല്ലാ യുവജനങ്ങളെയും ഈ നിമിഷം നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്താം. ഇതാ ഈ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾക്കായി കൈകോർക്കുമ്പോൾ, ആ സമയങ്ങളിൽ ദൈവം ഇവരെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ ഇവരുടെ ജീവിതങ്ങളെ നീ ഒന്ന് തൊടണം. ഇവരുടെ നിരാശ നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് നീ കടന്നു വരണം. എമ്മാവൂസിലേക്ക് യാത്രയായ 2 ശിഷ്യന്മാർ നിരാശയുടെ പടുകുഴിയിലായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ അവസാനിച്ചിരുന്നു, അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. പക്ഷെ തമ്പുരാനെ, നീ അവർക്ക് വെളിച്ചമായി കടന്നു വന്നു. നീ അവർക്ക് കൂട്ടായി നിന്നിരുന്നു. നമുക്കും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, നേരം വൈകാറായി, നീ ഇവരോടൊത്ത് വസിക്കണമേ. നമുക്കെല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന.